ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയൊരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. വളരെ ലേറ്റായിട്ട് ഒരു 7 മണിയല്ല 6 മണി 5:30 സമയത്തൊക്കെയാണ് ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ഹോട്ട് ഓയിൽ മസാജിങ് അതുപോലെ പ്ലസ് ഒരു ചെറിയൊരു സ്കിൻ കെയർ ഉണ്ട്, അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളിതുപോലെ ചെയ്യണമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഇത് ഞാൻ ചെയ്യുന്നൊരു റൊട്ടീനാണ്. അപ്പോൾ ഒരു ഹോട്ട് ഓയിൽ മസാജിങ് ചെയ്യണം. പിന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടാൽ അറിയാം ഒരുപാട് കുറച്ച് തുണികൾ നമുക്ക് മടക്കി വയ്ക്കാനുണ്ട്, അതുപോലെ തന്നെ റൂമൊന്ന് ക്ലീൻ ആക്കാനുണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു ബൗൾ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിൽ വെച്ചിട്ട് ഓയിലൊന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ഇച്ചിരി കൂടിയും ഈസിയാണല്ലോ, നമ്മൾ വെള്ളം തിളപ്പിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്താൽ മാത്രം മതി. ഓട്ടോമാറ്റിക്കലി ഇത് കട്ട് ഓഫ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട് ഓഫ് ആകുന്നത് വരെയുള്ള സമയം കൊണ്ട് പറ്റാവുന്ന കുറച്ച് ഈ നമ്മുടെ ബെഡിൽ കിടക്കുന്ന തുണികളൊക്കെ ഇത്തിരി എടുത്ത് മടക്കി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം എത്ര അടക്കി പെറുക്കി വെച്ചാലും വീണ്ടും ഇതേപോലെ ആവും ഗൈസ്. അപ്പോൾ നമുക്ക് ഇതോരോന്ന് മടക്കി വയ്ക്കുന്നത് നമ്മൾ നൈറ്റിയാണ്. നൈറ്റി എന്ന് വെച്ചാൽ നൈറ്റി ഫ്രോക്ക് പോലത്തെയാണ്. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഡ്രീം വെയർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് ഞാൻ എടുത്തതാണ്. നല്ലതാണ്. ഇങ്ങനെ 2 പോക്കറ്റ് പോയി, ഒരു പോക്കറ്റ് അവിടെ ഉണ്ട് ഗൈസ്. അപ്പോൾ 2 പോക്കറ്റൊക്കെ ആയിട്ടാണ് വരുന്നത്. ഡ്രീം വെയറോ അങ്ങനെ എന്തോ ആണ്, ഡ്രീം എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം ID. നല്ല അടിപൊളി മാക്സി ഫ്രോക്കുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കംഫർട്ടബിളായിട്ട് നൈറ്റിലൊക്കെ ഇടാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ബാക്കി തുണികളൊക്കെ മടക്കാം. അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. നമ്മൾ ഹോസ്പിറ്റൽ ഡേ ഇൻ മൈ ലൈഫ്, അതുപോലെ തന്നെ കുറച്ച് യൂസ്ഫുൾ ആകുന്ന നമ്മൾ ഇൻഷുറൻസ് ബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഫസ്റ്റ് ടൈമാണ് എന്നെ കാണുന്നതെന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് റെമി എന്നാണ്, ചാനലിൻ്റെ പേര് വ്ളോഗ്സ് ബൈ റെമി. എൻ്റെ ഈ ചാനലിൽ ഒരു ടോപ്പിക് അങ്ങനെയില്ല കേട്ടോ. ഞാൻ വ്ളോഗ്സ് ചെയ്യും, അതുപോലെ തന്നെ സ്കിൻ കെയർ, മേക്കപ്പ്, അങ്ങനത്തെ ഹെയർ കെയർ വീഡിയോസൊക്കെയാണ് അധികമായിട്ടും ചെയ്യുന്നത്. ഒരു ചാനൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്യാവശ്യം ചെറിയ രീതിയിലുള്ള കുക്കിങ്ങും കൂടെ ആഡ് ചെയ്യാറുണ്ട്. അതായത് കുട്ടികൾക്ക് ഈവനിങ്ങിൽ വരുമ്പോൾ കൊടുക്കുന്ന സ്നാക്സിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോസ് മിസ് ചെയ്യാണ്ട് കാണാൻ വേണ്ടിയിട്ട് ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ മറക്കാണ്ട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിലും ആക്റ്റീവാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാം ID നമ്മുടെ ഈ ചാനലിൻ്റെ പേര് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിലും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈവനിങ്ങിൽ എൻ്റെ പ്രധാന പണിയെന്ന് പറഞ്ഞാൽ കുട്ടികൾ വരുന്നത് വരെയാണ് ഞാൻ എഡിറ്റിങ്ങിലും കാര്യങ്ങൾക്കൊക്കെ ഇരിക്കാറുള്ളൂ. അത് കഴിഞ്ഞാൽ അവർക്ക് സ്നാക്സ് കൊടുക്കുക, അവരെ കുളിപ്പിക്കൽ, ഫുഡ് കൊടുക്കൽ, പഠിപ്പിക്കാനിരിക്കൽ, പിന്നെ ചിലപ്പോഴൊക്കെ നമ്മൾ കടയിൽ പോകാറുണ്ട്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് 2 ദിവസമായിട്ട് ഇപ്പോൾ കുട്ടൂസിനെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം അങ്ങനെ പോയിട്ടില്ല. കാരണം ഇപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ വരികയല്ലേ. അപ്പോൾ അവനാണെങ്കിൽ 2 ആഴ്ചയായിട്ട് സ്കൂളിലൊന്നും പോകുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിലിരുന്ന് തന്നെ പഠിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചധികം സമയം കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ ഹെയർ കെയറും സ്കിൻ കെയറൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ തുണി മടക്കൽ ഇന്നിവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം ആ സമയത്തിനുള്ളിൽ നമ്മുടെ ഓയിൽ ഹീറ്റായിട്ട് കട്ട് ഓഫ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇത് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഒരു വട്ടം എനിക്ക് കൊളാബായിട്ടോ അങ്ങനെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ട്രൂ ഹെയറിൻ്റെ ഓയിലും അതുപോലെ ഷാംപൂ, കണ്ടീഷണർ അങ്ങനത്തെ സംഭവങ്ങൾ കിട്ടിയതിൻ്റെ കൂട്ടത്തിലുണ്ടായതാണ് കേട്ടോ. ഇത് ഒരു 2-3 വർഷത്തിലധികമായിട്ട് ഞാൻ യൂസ് ചെയ്യുകയാണ്. ഇതുവരെയായിട്ടും ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് നമ്മൾ വെള്ളം വെച്ച് ചൂടാക്കുമ്പോൾ വെളിച്ചെണ്ണ നമ്മൾ ഓയിലിൻ്റെ അളവ് ചൂട് കൂടി കഴിഞ്ഞാലും നമ്മുടെ ഹെയറിൽ ഫോൾസ് ഉണ്ടാവും. അപ്പോൾ ഇതാകുമ്പോൾ കറക്റ്റ് ടെമ്പറേച്ചറിൽ കട്ട് ഓഫ് ആവും. ഞാനിതിലൊരു വൈറ്റമിൻ Eയുടെ ക്യാപ്സ്യൂൾ ഒഴിക്കുന്നുണ്ട്. പ്ലസ് ഞാനിത് നമുക്ക് കുട്ടികൾക്ക് മെഡിസിൻ വാങ്ങുമ്പോൾ കിട്ടുന്ന ഫില്ലർ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാറ് ഈസിലി. അപ്പോൾ എല്ലായിടത്തും ആവുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഈ പഞ്ഞി വെച്ച് ആക്കാമെന്ന് പറയുന്നത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ല. പിന്നെ നമ്മൾ ഫിംഗർ വെച്ച് ആക്കുമ്പോൾ അത്ര കണ്ട് എല്ലായിടത്തും ആവാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. സ്കാൽപ്പിലോട്ട് പെട്ടെന്ന് ഇറങ്ങുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് സ്കാൽപ്പിലോട്ട് ഇറങ്ങി പോകും കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ ഹെയറൊക്കെ ഡീടാങ്കിൾ ചെയ്യുക. ഡീടാങ്കിൾ ചെയ്യുമ്പോൾ പൊട്ടിപ്പോവാണ്ട് അടിയിൽ നിന്ന് മുകളിലോട്ട് അങ്ങനെ ഡീടാങ്കിൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതിന് ശേഷം ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഹെയർ ഈ സമയത്ത് കുറച്ച് അത്യാവശ്യം കൊഴിയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ വിൻ്റർ അല്ലേ, ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഡ്രൈയിങ് ആണല്ലോ ക്ലൈമറ്റ്. അപ്പോൾ ക്ലൈമറ്റ് ഡ്രൈ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെയർ
കൊഴിയുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു കാരണം ചില എന്താ പറയുക നമുക്ക് അധികം അങ്ങനെ ഹെയർ കെയറിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ഹെയർ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും അത്യാവശ്യം നന്നായിട്ട് കൊഴിയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മുതൽ വീണ്ടും നല്ലൊരു ഹെയർ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി തുമ്പത്തും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട്. കാരണം സ്പ്ലിറ്റ് എൻഡ്സിനല്ല, എന്നാലും എൻ്റെ ഹെയറിൻ്റെ തുമ്പ് വശം നന്നായിട്ട് കനം കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു ചെറിയ ട്രീറ്റ്മെൻറ്റ് കൂടി ഞാനിപ്പോൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ഹെയർ ടോണർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി അല്ലെങ്കിൽ അതിൻ്റെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവില്ല. കാരണം അത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ട് കഴിയാറായത് എൻ്റെ കയ്യിലുണ്ട്. അതാണ് ഞാൻ ഇന്ന് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നാളെ വേറെ ആക്കി വെച്ചാലാണ് എനിക്ക് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ചയിലോട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഹെയർ ഓയിലിട്ടതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹെയർ ഞാൻ ഇങ്ങനെ കുനിഞ്ഞൊന്ന് മസാജ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതുവഴി ഹെയറിൻ്റെ ഗ്രോത്ത് ഫാസ്റ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് തുമ്പത്തൊക്കെ നന്നായിട്ട് ആക്കി കൊടുക്കുക. അതിന് ശേഷം ഹെയർ നന്നായിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊരു മസാജിങ് കൊടുക്കുക. പറ്റുവാണെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ മസാജ് ചെയ്യാട്ടോ. എനിക്ക് സ്കാൽപ്പ് മസാജ് ചെയ്യാനായിട്ട് പൊതുവെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ടൈം കിട്ടാറില്ല മിക്കപ്പോഴും. എന്നാലും ഞാനിപ്പോൾ കുറച്ചും കൂടി ഹെയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം അത്യാവശ്യം ഹെയർ ഫോൾസ് ഉണ്ട്. അത് ഈ ക്ലൈമറ്റിൻ്റെയാണ് കേട്ടോ, എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. പിന്നെ അതിൻ്റെ പേരിൽ ടെൻഷൻ അടിച്ച് വ്യാകുലമാതാവേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് നമുക്കൊരു സ്കിൻ കെയർ കൊടുക്കാം. ഒരു പിമ്പിൾ പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അത് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഈ ഫോൾഡ് ചെയ്ത തുണികളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് ബെഡൊന്ന് നീറ്റാക്കി എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ എന്തോരം ക്ലീൻ ആക്കിയാലും നമ്മുടെ വീട് നീറ്റായിട്ട് എപ്പോഴും കിടക്കണമെന്ന് നമ്മൾ വിചാരിച്ചാൽ നടക്കത്തില്ല. അതാണ് മറ്റൊരു സത്യം. അതായത് നമുക്ക് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര പ്രോപ്പറായിട്ട് എടുത്ത് വെച്ചാലും അത് നടക്കില്ല കേട്ടോ. ഇനിയിപ്പോൾ അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മളൊരാൾ മാത്രം വിചാരിച്ചത് കൊണ്ട് കാര്യമില്ല. നമ്മുടെ വീട്ടിൽ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കണം. അപ്പോൾ നമ്മളെപ്പോഴും വൃത്തിയാക്കി ഇടാൻ നോക്കിയിട്ടും അതിനുവേണ്ടി ഒരുപാട് സമയം മെനക്കെടുത്തിയോണ്ട് നമുക്കൊരു ഉപകാരം ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് വെക്കുക. പിന്നെ ആക്കുമ്പോൾ പിന്നെ വൈകിട്ടത്തേക്ക് ഞാൻ ക്ലീൻ ചെയ്യാറുള്ളൂ. അങ്ങനെ 2 നേരമായിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ അതിന് വേണ്ടി സമയം മാറ്റി വെക്കാറില്ല കേട്ടോ. അങ്ങനെ വരുമ്പോൾ എനിക്ക് എൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും വീഡിയോസ് എടുക്കലും എഡിറ്റിങ്ങൊന്നും നടക്കത്തില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ടേബിൾ ക്ലീൻ ചെയ്യാം. ഈ ടേബിൾ വാങ്ങിക്കേണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഇത് വന്നേ പിന്നെ എനിക്ക് എത്ര അടുക്കി പെറുക്കി വെച്ചാലും പോരോ ഗൈസ്. കാരണം ഇപ്പം ഞാൻ ഈ ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ, ഇത് കഴിയുമ്പോൾ ഇത് എത്രമാത്രം ക്ലീൻ ആയിട്ട് ഇരിക്കുന്നു എന്ന് നിങ്ങൾ കാണണം. കാരണം പിറ്റേ ദിവസം രാവിലെ ഇവരെണീറ്റ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇത് ഫുൾ വീണ്ടും നിറയും. ഇതുപോലെ തന്നെ ഞാനൊരു ദിവസം 2 നേരം ഇവിടെ ക്ലീൻ ചെയ്യേണ്ട അവസ്ഥയാണ്. പിന്നെ ബെഡ് നേരത്തെ കണ്ടതിനെക്കാട്ടും അതിക്രമമായിട്ട് രാവിലെ സ്കൂളിൽ പോകുന്ന ആ ഒരു സമയം കൊണ്ട് നിറയും ഗൈസ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ മടുത്തു. അതായത് ഇനിയിപ്പോൾ പിള്ളേർ വലുതാവാണ്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ബെഡ് റൂട്ടീനൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ബെഡിൻ്റെ പൊസിഷനൊക്കെ വീണ്ടും മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എനിക്ക് ബോറടിക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് റൂമിൽ ബെഡ് ടേബിൾ ഒക്കെ മാറ്റിയിടും. അപ്പോൾ അതൊക്കെ ആക്കി വെച്ചിട്ട് സെറ്റായിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് ഒരു സമാധാനമായി. ഇനി ഒരു സ്കിൻ കെയർ ചെയ്യാം. സ്കിൻ കെയറിന് വേണ്ടി ഞാൻ കോഫിയും മറ്റേ ഇൻസ്റ്റൻറ്റ് കോഫി ഉണ്ടല്ലോ അതും കുറച്ച് തക്കാളിയുടെ പൾപ്പ് പ്ലസ് നമ്മുടെ പച്ചപ്പാൽ കേട്ടോ. പച്ചപ്പാലെന്ന് പറയാൻ കാരണം നിങ്ങളെല്ലാവരും ചോദിക്കാറുണ്ട് പാലെടുക്കുമ്പോൾ തേങ്ങാപ്പാലാണോ അത് തിളപ്പിച്ച പാലാണോ ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതൊരു പച്ചപ്പാലാണ് കേട്ടോ. അത് കൂട്ടി മിക്സ് ചെയ്തിട്ട് പാക്കായിട്ട് ഫേസിലിടാൻ ഇച്ചിരി ലൂസി ആയിട്ടുള്ള പാക്കാണ്. അപ്പോൾ ഈ ഒരു പാക്കിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ നമുക്ക് റീഅപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ല ഇഫക്റ്റീവായിട്ട് സ്കിന്നിൽ നല്ല വൈറ്റനിങ് തോന്നിപ്പിക്കുന്ന ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു അടിപൊളിയായിട്ടുള്ള പാക്കാണ്. ജസ്റ്റ് കോഫി ആൻഡ് തക്കാളി എടുക്കാം കേട്ടോ. തക്കാളി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈം ജ്യൂസ് ആഡ് ചെയ്യാവുന്നതാണേ. പാക്കൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് റീഅപ്ലൈ ചെയ്യാം. ഞാനപ്പോൾ ഈ സമയം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈവനിങ്ങിൽ വരുന്ന ബാക്കി ഞാൻ പിന്നെ എന്താ ചെയ്തത്, ഞാൻ പിന്നെ പാല് കാച്ചാൻ പോയി തോന്നുന്നു. പാല് കാച്ചി പിള്ളേർക്ക് കൊടുത്തായിരുന്നേ. അങ്ങനെയുള്ള നമ്മൾ കുട്ടി അടിച്ചു കയറൽ. ഇപ്പോൾ ബെഡ്റൂം നമ്മൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഇനി നാളെ രാവിലെ നോക്കി കഴിഞ്ഞാൽ ഒരു കൂമ്പാരം പോലെ ഇവിടെ നിറഞ്ഞിരിക്കുന്നത് കാണാം. ബെഡിലായാലും അതുപോലെ തന്നെ ടേബിളായാലും പിള്ളേർ വലുതാവുന്ന വരെ റൂമിന് വൃത്തിയാവില്ല എന്ന് എനിക്ക് ഉറപ്പായി. കണ്ടില്ലേ, വീരം വന്ന് നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ ഇത് വൃത്തികേടാക്കാം എന്നായിരിക്കും അവൻ്റെ ചിന്തയിൽ. അത് കഴിഞ്ഞാൽ കാറ്റീസം സൺഡേ നമുക്ക് എക്സാം ആയതുകൊണ്ട് അത് പഠിപ്പിക്കാനിരുന്നു. അതുപോലെ തന്നെ കുട്ടൂസിനാണെങ്കിൽ ഞാൻ പറഞ്ഞു 2 വീക്സായിട്ട് സ്കൂളിലൊന്നും പോയിട്ടില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ 1 വീക്ക് അഡ്മിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ
എന്തായാലും പോർഷൻസൊക്കെ ഇവൻ 2 ആഴ്ച മുന്നേ തന്നെ കവർ ചെയ്ത് കഴിഞ്ഞതുള്ളതുകൊണ്ട് ഞാൻ വീട്ടിലിരുന്ന് തന്നെയാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ മൺഡേ മുതൽ വിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എക്സാമൊക്കെ തുടങ്ങാറിയാം അവർക്ക്. എന്തായാലും ഈ മന്ത് ലാസ്റ്റാണ് എക്സാം തുടങ്ങുന്നത്. ഇത്രയ്ക്കുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാം കേട്ടോ. നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നവരേക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.